ഇപ്പോൾ നമ്മൾ DMSലത്തെ മൊഡ്യൂൾ 4ലത്തെ ഒരു പോർഷനാണ് നോക്കുന്നത്. റെക്കറൻസ് റിലേഷൻ, നോൺ ഹോമോജിനിയസ് ആയിട്ടുള്ള ഒരു റെക്കറൻസ് റിലേഷനെ വെച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ഇതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കാണുമായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കണം. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് AN = AN of H + AN of P. AN of H എന്ന് പറയുന്നത് ഹോമോജീനിയസ് പാർട്ടാണ്, AN of P എന്ന് പറയുന്നത് പർട്ടിക്കുലർ സൊല്യൂഷനാണ്. അങ്ങനെ രണ്ട് പാർട്ടാണ് നമ്മുടെ സൊല്യൂഷൻ ഉണ്ടായിരിക്കുക. ഒന്ന് ഹോമോജീനിയസ് പാർട്ടും ഒന്ന് പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിട്ടുള്ള പാർട്ടും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓർഡർ ലീനിയർ നോൺ ഹോമോജീനിയസ് റിക്കറൻസ് റിലേഷൻ വെച്ച് നോക്കാം. അപ്പോൾ അതിൽ നോക്കുമ്പോൾ അതിൻ്റെ ഫോം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫോം ആയിരിക്കും. ഇങ്ങനെ ഒരു ഫോം എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതെപ്പോഴും ഫസ്റ്റ് ഓർഡർ ലീനിയർ നോൺ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു റെക്കറൻസ് റിലേഷൻ ആയിരിക്കും. ഇനി അതിൻ്റെയും ജനറൽ ഫോമുല എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ ഫോമുല തന്നെയാണ്. AN എന്ന് പറയുന്നത് AN H + AN P തന്നെ ആയിരിക്കും. ഓക്കെ, അതിൽ AN H നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അത് A × D⁻n എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോമിലായിരിക്കും ആ ഹോമോജീനിയസ് പാർട്ട് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സൊല്യൂഷന് രണ്ട് പാർട്ടാണുള്ളത്. ഹോമോജീനിയസ് പാർട്ടും ഉണ്ട്, അതുപോലെ തന്നെ പർട്ടിക്കുലർ സൊല്യൂഷൻ പാർട്ടും ഉണ്ട്. അതിൽ ഹോമോജീനിയസ് പാർട്ടിൻ്റെ ഇതെന്ന് പറയുന്നത്, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് A × D⁻n ഫോമിലായിരിക്കും. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് നമുക്കത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക. അതായത് AN - 3AN - 1 = 5 × 7⁻n. അതിൽ കണ്ടീഷൻ നമുക്ക് തന്നിട്ടുള്ളത് n > 1, A0 = 2. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആദ്യം നമ്മുടെ ജനറൽ സൊല്യൂഷൻ അങ്ങനെ എഴുതി വയ്ക്കാം. ഈ ജനറൽ സൊല്യൂഷൻ എഴുതുന്നതിന് മാർക്ക് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഏത് ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാലും ആ ജനറൽ സൊല്യൂഷൻ ഫസ്റ്റ് തന്നെ എഴുതി വയ്ക്കാം. അപ്പോൾ ജനറൽ സൊല്യൂഷൻ നമ്മൾ എഴുതി. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? AN - 3AN - 1 = 5 × 7⁻n. അത് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട്